പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദീപാവലി ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ദീപാവലിയുടെ തിളക്കം. ദീപാവലി ദിവസം അടുത്തെത്തുമ്പോൾ കാട്ടിലെ രാജാവ് ഒരു വലിയ ഉത്സവം നടത്താനായി തീരുമാനിച്ചു. ഈ വർഷം നമ്മുടെ കാട്ടിലും ദീപാവലി ആഘോഷിക്കാം, എല്ലായിടത്തും വിളക്കുകൾ കൊളുത്താം, സിംഹം പ്രഖ്യാപിച്ചു. ജംബു ആനയും കുട്ടൻ കുരങ്ങനും ചേർന്ന് വലിയ വലിയ വിളക്കുകൾ വെട്ടിത്തയ്യാറാക്കി. കരടികളും കുരങ്ങുകളും ചേർന്ന് മരമുകളിൽ തൂക്കുവിളക്കുകൾ കെട്ടി. പക്ഷികൾ നിറമുള്ള പൂക്കളാൽ എല്ലായിടവും അലങ്കരിച്ചു. ഞങ്ങൾ കൂടി കൂടട്ടെ ദീപാവലി ആഘോഷത്തിന്, തേനീച്ചകളും പൂമ്പാറ്റകളും ചോദിച്ചു. നിസ്സാരന്മാരായ നിങ്ങൾക്കൊക്കെ എന്താ ആഘോഷം? നിങ്ങൾക്ക് വിളക്ക് കൊളുത്താനോ അലങ്കരിക്കാനോ കഴിയുമോ? ചുക്കുകുരങ്ങൻ ചോദിച്ചു. അവർ നിരാശയോടെ മടങ്ങി. ദീപാവലി രാത്രിയിൽ എല്ലാ വിളക്കുകളും ഒരുമിച്ച് തെളിയിച്ചിട്ടും ഒരു പൂർണ്ണത വന്നതായി അവർക്ക് തോന്നിയില്ല. അമ്മയാന അതിശയത്തോടെ ചോദിച്ചു, എന്തു പറ്റി? അലങ്കാരങ്ങൾക്ക് തീരെ തെളിച്ചമില്ലല്ലോ. ശരിയാ, എവിടെയോ എന്തോ കുറവുണ്ട്, ചിപ്പക്കുരങ്ങൻ പറഞ്ഞു. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അകലെ നിന്ന് മിന്നൽ പോലെ തിളങ്ങുന്ന വെളിച്ചം അടുത്തടുത്ത് വന്നു. മരങ്ങൾക്കിടയിലും കുറ്റിക്കാട്ടിലും പുല്ലിനിടയിലും ചെരാതുകൾ തെളിഞ്ഞ പോലെ മിന്നാമിന്നിക്കൂട്ടം. ഞങ്ങൾക്കും ഈ ദീപാവലിയിൽ പങ്കാളികളാവണം, മിന്നാമിനുങ്ങ് കൂട്ടത്തിൻ്റെ തലവൻ സന്തോഷത്തോടെ പറഞ്ഞു. അവർ ഒട്ടുമിക്ക മൃഗങ്ങളുടെയും വിളക്കിന് മുകളിൽ പറന്നു ചുറ്റി. അവരുടെ പ്രകാശം എല്ലായിടത്തും പടർന്നു. അപ്പോഴാണ് കാട് മുഴുവൻ സ്വർണ്ണ തിളക്കത്തിൽ മുങ്ങിയത്. പുല്ലും പുഴയും മരങ്ങളും ഇലകളും എല്ലാം പ്രകാശത്തിൻ്റെ ഉത്സവമായി. മൃഗങ്ങൾ കൈയടിച്ച് ചിരിച്ചു. ഇപ്പോൾ മാത്രമാണ് നമ്മുടെ ദീപാവലി പൂർണ്ണമായത്. അന്നു മുതൽ കാട്ടിലെ മൃഗങ്ങൾ മനസ്സിലാക്കി, എത്ര ചെറുതായാലും ഏത് വെളിച്ചത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട്. മിന്നാമിനുങ്ങളുടെ വെളിച്ചം പോലെ ഓരോരുത്തരും തങ്ങളുടെ പ്രകാശം പകരുമ്പോഴാണ് ലോകം പൂർണ്ണമായും പ്രകാശിക്കുക.